അഹ്ലു കിതാബികളായ ആളുകൾ 15 ആളുകൾ അവരുടെ മക്കൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നൽകി എന്ന്. മുഹമ്മദ് എന്ന പേര് അല്ല, പക്ഷെ അവർക്ക് അറിയാമായിരുന്ന അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഏടുകളിൽ പരിചയപ്പെടുത്തിയ ചില പേരുകൾ. എന്തിന്? അന്ത്യപ്രവാചകൻ എന്റെ മകനാവണം എന്ന താല്പര്യത്തിൽ. അന്ത്യപ്രവാചകൻ അവസാനം വരുന്ന നബി എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാണ്, എല്ലാ ഉമ്മത്തിന്റെയും നായകനാണ്, എല്ലാ പടപ്പുകളുടെയും നേതാവാണ് എന്നൊക്കെ നേരത്തെയുള്ള കിതാബുകളിൽ ഏടുകളിൽ പഠിച്ച വേദക്കാർ, അഹ്ലു കിതാബികൾ, അതിൽ വിശ്വാസമുള്ളവർ, ഇങ്ങനെ ഒരു നബി വരാനുണ്ട്, ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് കൃത്യമായ ബോധവും വിശ്വാസവുമുള്ള ആളുകൾ ആ നബി എന്റെ മകനാവണം, ആ പ്രവാചകൻ എന്റെ മകനാവണം എന്ന താല്പര്യത്തിൽ ആ വേദങ്ങളിൽ, ആ കിതാബുകളിൽ പഠിപ്പിച്ച പേരുകൾ അവരുടെ മക്കൾക്ക് നൽകി എന്ന് കിതാബുകളിൽ കാണുന്നു. പേരുകൾക്ക് വളരെ വലിയ പ്രത്യേകതയുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മനോഹരമായ പേര്, മുത്തുനബിക്ക് 1000-ലധികം പേരുകളുണ്ടെങ്കിൽ അതിലെ മുഖ്യമായ പേര്, ഏറ്റവും പ്രധാനപ്പെട്ട നാമം മുഹമ്മദ് എന്ന നാമമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാമത്തിന് തന്നെ ഏറ്റവും വലിയൊരു ബഹുമാനമുണ്ട്, ആ പേരിന് ബഹുമാനമുണ്ട്. കാരണം നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളിൽ, എല്ലാ സ്വലാത്തുകളിലും മുഹമ്മദ് എന്ന പേരാണ്. എല്ലാ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് എന്ന പേരാണ് സ്വലാത്തുകളിലൊക്കെ, മിക്കവാറും എല്ലാ സ്വലാത്തുകളിലും കാണുക. ആ പേര് കേൾക്കുന്നത് തന്നെ ശൈത്താന് പൈശാചികമായ, ഏറ്റവും വലിയ പൈശാചികമായ ദുസ്വഭാവമുള്ള ആളുകൾക്ക്, പിശാചുക്കൾക്ക്, എല്ലാ ശൈത്താന്മാർക്കും ആ പേര് കേൾക്കുന്നത് തന്നെ ഭയമാണ്, വെപ്രാളമാണ്. ആ പേരിന് പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരിന് ഫളായിലുകൾ നൽകി. എന്നതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ, രാജാതിരാജനായ റബ്ബിന്റെ പേരുകൾ, ആ പേരുകൾക്ക് പ്രത്യേകതയുണ്ടല്ലോ. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ നാമങ്ങൾ. മഹാന്മാര് പറയുന്നു, വഅലം അന്ന ലികുല്ലി ഇസ്മിൻ മിൻ അസ്മാഇഹി തആല ബാബൻ യുവസ്സിലു ഇലൈഹി വമിഅറാജൻ യർഖാ അലൈഹി വറുഹാനിയതൻ യസ്അദു ബിഹാ വനിഹായതൻ യഖിഫു ഇൻദഹാ. അള്ളാഹുവിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന, വേറെയും പേരുകൾ പടച്ച റബ്ബിനുണ്ട്. ആ എല്ലാ നാമങ്ങൾക്കും, അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾക്കും, അസ്മാഉൽ ഹുസ്ന മാത്രം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന, അതിന് 99 കവാടങ്ങൾ, വാതിലുകൾ ഉണ്ട് എന്ന്. അള്ളാഹുവിന്റെ ഓരോ നാമത്തിനും ഓരോ വാതിലുണ്ട്, ഓരോ കവാടമുണ്ട്. ഓരോ കവാടത്തിലൂടെയും ഓരോ മിഅ്റാജ് ഉണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിലാവാൻ, അത് ഉയർന്നു പോകാനുള്ള കോണിപ്പടി എന്ന് പറയാം, അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയാം. ഒരു കാര്യം, ഒരു വ്യക്തി, ഒരാൾ, അല്ലെങ്കിൽ ഒരു സംവിധാനം, അത് ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള അതിന്റെ ഒരു മീഡിയ, അതിന്റെ ഒരു വഴി, അതിന്റെ ഒരു മാധ്യമം, അതിന്റെ ഒരു മാർഗം. മിഅ്റാജ് തന്നെ കോണിപ്പടി എന്ന് പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് കിട്ടിയത്, മിഅ്റാജ് അത് അള്ളാന്റെ റസൂലിന്റെ മിഅ്റാജ്, 7ാം ആകാശത്തേക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം, ഒരു മിഅ്റാജ്. ആ മിഅ്റാജിലൂടെയാണ് അള്ളാന്റെ റസൂൽ പോയത്. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ, പേരുകൾ, ഓരോ പേരിനും ആകാശങ്ങളിൽ കവാടങ്ങളുണ്ട്. ഓരോ നാമങ്ങൾക്കും ഓരോ മിഅ്റാജുകളുണ്ട്. ഓരോ നാമങ്ങൾക്കും ഓരോ റൂഹാനിയത്തുണ്ട്. അതിന്റെ ആത്മീയമായ ഒരു വഴിയുണ്ട്. ആ വഴിക്കാണ് ആ നാമങ്ങൾ ഉയരുക. വനിഹായതൻ യഖിഫു ഇൻദഹാ, അതിന് ആ ഓരോ പേരിനും ഓരോ നാമത്തിനും ഒരു നിഹായയും, അതിന്റെ ഒരു ലക്ഷ്യവും, അതിന്റെ ഒരറ്റവും ഉണ്ട്. അങ്ങനെ ഒരാൾ, ഒരു അടിമ, ആ ഒരു നാമം കൊണ്ട്, അള്ളാഹുവിന്റെ ഒരു നാമം കൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുമ്പോൾ ആ വിളി, ആ ദുആ, ആ മിഅ്റാജിലൂടെയാണ് ഉയരുക. ആ ദുആ
ആ വാതിലിലൂടെ, ആ കവാടത്തിലൂടെയാണ് രാജാതിരാജനായ റബ്ബിലേക്ക് എത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലികുല്ലി ഇൻസാനിൻ ഫിസ് സമാഇ ബാബൈനി, എല്ലാ മനുഷ്യർക്കും ആകാശത്ത് 2 കവാടങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും, എല്ലാ മനുഷ്യനും ആകാശത്ത് 2 വാതിലുകളുണ്ട്. നമുക്കൊക്കെ ആകാശത്ത് 2 കവാടങ്ങളുണ്ട്. ഒന്ന് ബാബുൻ യൻസിലു മിൻഹു റിസ്ഖു, ഓരോ അടിമക്കും ഓരോ മനുഷ്യനും അവന്റെ റിസ്ഖ് പടച്ച റബ്ബ് ഇറക്കിത്തരുന്ന ഒരു കവാടം, റിസ്ഖിന്റെ ഒരു കവാടം നമുക്കുണ്ട്. വബാബുൻ യസ്അദു ഇലൈഹി അമലു, അവന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു കവാടവുമുണ്ട് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഓരോരുത്തരുടെ നിസ്കാരവും, നമ്മൾ ചൊല്ലുന്ന ദിക്റും, നമ്മുടെ ഖുർആൻ പാരായണവും, നോമ്പും, ഇബാദത്തും, സൽക്കർമ്മങ്ങളും, അതെല്ലാം അല്ലാഹുവിലേക്ക് പോകാനുള്ള ഒരു കവാടം ഓരോ മനുഷ്യനും അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കുമുള്ള റിസ്ഖ്, ആ റിസ്ഖ് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഓരോ കവാടം, ഓരോ ബാബുകളും അതും പടച്ച റബ്ബ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നതുപോലെ അല്ലാഹുവിന്റെ നാമങ്ങൾക്കുള്ള കവാടങ്ങൾ, ആ കവാടങ്ങളിലൂടെയാണ് ആ ഓരോ നാമങ്ങൾ, അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ പേരുകൾ, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതകബ്ബിർ, അങ്ങനെ ഓരോ പേരുകളുണ്ടല്ലോ. എല്ലാ പേരുകൾക്കും ആ പേരുകൾക്ക് ഫളായിലുകൾ, പ്രത്യേകതകളുണ്ട്. ആ പേരുകൾക്ക് പ്രത്യേകമായ ചില രഹസ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഴുവൻ മനസ്സിലാക്കാൻ മനുഷ്യന് സാധ്യമല്ലെങ്കിലും കുറെയൊക്കെ എന്താണ് അതിന്റെ നേട്ടങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ ഫളലുകൾ കഴിഞ്ഞ ക്ലാസുകളിൽ പലപ്പോഴും അസ്മാഉൽ ഹുസ്നയിലെ ഫളായിലുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ നാമങ്ങളുടെ പ്രത്യേകതകൾ, നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവർത്തിക്കുന്നില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ നാമങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾക്ക്, നാമങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. മഹാന്മാരുടെ നാമങ്ങൾക്ക്, പേരുകൾക്ക് പ്രത്യേകതയുണ്ട്. അസ്ഹാബുൽ ബദറിന്റെ നാമങ്ങൾക്ക്, പേരുകൾക്ക് പ്രത്യേകതയുണ്ട്. എല്ലാ ബദരിയത്തും, എല്ലാ അസ്മാഉൽ ബദറും, എല്ലാ ബദർ മൗലിദും, അതിന്റെയൊക്കെ മുഖ്യമായ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ദിവസം, ഇന്ന് എന്ന് മാത്രമല്ല, പലപ്പോഴും ബദർ മൗലിദ് ഓതുമ്പോൾ, ബദർ മാല പാടുമ്പോൾ, ബദർ ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ അങ്ങനെയുള്ള 313 സ്വഹാബിമാരുടെ പേര് പറയുക, അവരുടെ പേരങ്ങനെ പറയാ, റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ചൊല്ല. ഇതാണല്ലോ നമ്മുടെ ഒരു രീതി, നമ്മുടെ ഒരു പതിവ്. എന്താ അതുകൊണ്ട് കാര്യം? കുറെ ആളുകളുടെ പേര് ഇങ്ങനെ ഇരുന്ന് പറയാ. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂടെ, ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നാ പോരെ എന്ന്. ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്താൽ പോരെ, ഒരു കാര്യം അങ്ങനെ ചെയ്താൽ പോരെ, എങ്ങനെ ചെയ്താൽ പോരെ. അപ്പൊ നമ്മളോട് വന്ന് പറയാ, എന്തിനാ ചങ്ങായിമാരെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ പള്ളിക്ക് കുത്തിരിക്കണം, നിങ്ങൾക്ക് നിസ്കരിച്ചൂടെ? പള്ളിയല്ലേ, നിസ്കരിക്കാനുള്ള സ്ഥലമല്ലേ? പള്ളിയിൽ ഏറ്റവും നല്ലത് നിസ്കാരമല്ലേ? പള്ളിയിൽ ഏറ്റവും നല്ലത് സുജൂദ് ചെയ്യലല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ അന്തം വിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? ഏതായാലും നിങ്ങൾ പള്ളിക്കാണ്, നിങ്ങൾക്ക് ഒതുവൊക്കെയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നിസ്കരിച്ചൂടെ? ഈ 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ചാല് ഇപ്പൊ ഈ 1-2 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് എത്ര നിസ്കരിച്ചാ അതല്ലേ ഏറ്റവും നല്ലത് അല്ലേ? ഇങ്ങനെ ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. അത് വസ്വാസം ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്താപ്പത്? മൗലൂദ് ഓതുമ്പോ എന്താപ്പം മൗലൂദ്? ഖുർആൻ ഓതിക്കൂടെ? ദിക്ർ ചെല്ലുമ്പോ ദിക്റിനേക്കാൾ നല്ലത് ഖുർആനല്ലേ, അത് ഓതിക്കൂടെ? ഇങ്ങനെ. എന്നാൽ ഇത് ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ അത് രണ്ടും ഉണ്ടാവൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ മഹാന്മാരുടെ നാമങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ബദരീങ്ങളുടെ പേര് അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന് ഫضലുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാർ സഫീനത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, 98-ാമത്തെ പേജിൽ, ഖാദിരിയ തരീഖത്തിന്റെ അഹ്ലുകാരായ സൂഫിയാക്കളായ ആലിമീങ്ങൾ അവരുടെ അമലുകൾ, അവരുടെ ആത്മീയമായ പല അമലുകളും പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ്. അന്നഫഹാത്തുൽ ഖുദ്സിയ എന്ന് പറയുന്ന പരിശുദ്ധമായ കിതാബിൽ നിന്ന് എടുത്തുതിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മഹാന്മാര് പഠിപ്പിച്ച ഒരു രീതി,
8 പ്രഗത്ഭരായ സ്വഹാബിമാരുടെ നാമങ്ങൾ, പേരുകൾ. ആ പേരുകൾ എഴുതിക്കൊണ്ടുള്ള ചികിത്സകൾ മഹാന്മാരായ മുൻഗാമികൾ നടത്തിയിരുന്നു. കണ്ണിന്റെ അസുഖങ്ങൾക്ക്, ആന്തരികമായ പല അസുഖങ്ങൾക്ക് ആ 8 സ്വഹാബിമാരുടെ പേരുകൾ എഴുതി, ആ എഴുതി മായ്ച്ചുള്ള വെള്ളം രോഗികളെ കൊണ്ട് കുടിപ്പിക്കുന്ന രീതി മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു. ഈ 8 ആളുകളുടെ പേര് എഴുതി അത് അതിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ മാറിയ അനുഭവങ്ങൾ മഹാന്മാര് കിതാബുകൾ പറയുന്നു. ഇത് രോഗം മാറി എന്താ കാട്ട, അതെങ്ങനെ മാറുക? ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അള്ളാഹു ആണ് മാറ്റിക്കൊടുക്കുന്നവൻ. ഈ മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് രോഗങ്ങൾ മാറ്റി. കണ്ണിന്റെ കാഴ്ച പോലും പോയ ആളുകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. കണ്ണിന്റെ വലിയ അസുഖങ്ങൾ സുഖപ്പെട്ടു. അതിന്റെ ഫനായിലുകൾ പറയുന്നുണ്ട്. വൈൻ ശരിബൽ മാ, ഈ 8 സ്വഹാബിമാരുടെ നാമങ്ങൾ എഴുതിയ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ലം തഖഅ ശാരിബഹു മഅസിയത്തുൻ, ആ വെള്ളം കുടിക്കുന്നവൻ, ആ വെള്ളം കുടിച്ചവൻ പാപിയാവുകയില്ല. അവനിൽ നിന്ന് പാപങ്ങൾ തടുക്കാൻ, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവനെ നന്നാക്കാനുമുള്ള ഒരു വഴിയാണ് ഈ മഹാന്മാരുടെ, ഈ 8 സ്വഹാബിമാരുടെ പേര് എഴുതിയ വെള്ളം കുടിപ്പിക്കുന്നത് എന്ന് അസ്സഫീനത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞു പോയ ആളുകൾക്ക്, ഉലമാക്കൾക്ക്, മഹാന്മാർക്കുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണല്ലോ. എന്താണ് ഇതിൽ? വേറൊന്നും എഴുതുന്നില്ല. വേറൊരു ദിക്റോ വേറൊരു സ്വലാത്തോ അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തോ ഒന്നുമല്ല. 8 സ്വഹാബിമാരുടെ പേര് എഴുതി, ഇത്രയേ ഉള്ളൂ. ജയ്ഷു റസൂലില്ലാ എന്നറിയപ്പെട്ട 44 സ്വഹാബിമാർ, ജയ്ഷു റസൂലില്ല, മുത്തുനബിയുടെ പട, മുത്തുനബിയുടെ സൈന്യം എന്നറിയപ്പെട്ട 44 മഹാന്മാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തുടങ്ങി പ്രഗത്ഭരായ ഈ പറഞ്ഞ ആളുകൾക്ക് ഉൾപ്പെടുന്ന 44 ആളുകൾ. ആ 44 പേരുകൾ എണ്ണി പറയുന്നില്ല. 44 പ്രഗത്ഭരായ സ്വഹാബിമാരുടെ പേരുകൾ. മൻ ഖറഅഹും അലാ മരീദിൻ, ആ 44 സ്വഹാബിമാരുടെ ജയ്ഷു റസൂലില്ല, അതിൽ ഉൾപ്പെടുന്ന 44 സ്വഹാബിമാരുടെ പേരുകൾ ഒരാള് ചൊല്ലിയിട്ട് ഒരു രോഗിയെ മന്ത്രിച്ചാൽ ആ രോഗിക്ക് സുഖം കിട്ടും. വമൻ കതബഹും, ഒരാള് അവരുടെ നാമങ്ങൾ എഴുതി എന്നിട്ട് വജഅലഹും ഫീ ഖസീനത്തിൻ, അവന്റെ ഖജാനയിൽ, അവന്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന അവന്റെ ഖജാനയിൽ അതിനെ ആ 44 നാമങ്ങൾ എഴുതിയത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ സമ്പത്തിനെ സംരക്ഷിക്കാൻ, അത് കള്ളന്മാരിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും തട്ടിപ്പുകാരിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ, അവന്റെ സമ്പത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് മഹാന്മാര് പറയുന്നു. ഈ 44 പേരുകൾ എഴുതിയത് ഒരു മയ്യത്തിന്റെ കഴുത്തിലോ അല്ലെങ്കിൽ മയ്യത്തിന്റെ കഫംപുടയിലോ അത് എഴുതി വെച്ചാൽ ലം യറ വഹ്ശത്തൽ ഖബർ, ഖബറിന്റെ ഏകാന്തത, ഖബറിലെ ബുദ്ധിമുട്ട്, ഖബറിലെ വഹ്ശത്തുൽ ഖബർ, ഏകാന്തത അവന്, ആ മയ്യത്തിന് അനുഭവപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട ആ കിതാബിൽ തന്നെ അതിന്റെ 98ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? ദുനിയാവിലും നേട്ടങ്ങൾ, ഖബറിലും നേട്ടങ്ങൾ. ആ മഹാന്മാരുടെ എന്തേ ഇവിടെ ചെയ്യുന്നുള്ളൂ? ആ മഹാന്മാരുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പേര് എഴുതി വെച്ചു. ഇതുകൊണ്ടാണല്ലോ ബദർ മൗലിദിൽ കാണാം, ഒരാള് ഹജ്ജിന് പോകുന്ന സമയത്ത്, വീട് പൂട്ടി ഹജ്ജിന് പോകുന്ന സമയത്ത്, പിന്നെ മാസങ്ങൾ കഴിഞ്ഞാണ്, ആ കാലഘട്ടത്തിലെ യാത്രകൾ അങ്ങനെയാണ്, കഴിഞ്ഞാണ് തിരിച്ചു വരിക. ആളില്ലാത്ത വീടാണ്, ഹജ്ജിന് പോയ ആളുടെ വീടാണ് എന്നുള്ള നിലക്ക് കള്ളന്മാര് ആ വീട്ടിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആയുധങ്ങളുടെ ശബ്ദങ്ങളും ചെലങ്കകളും ഒച്ചപ്പാടുകളും വാളുകളും കുന്തങ്ങളും ഒക്കെ, മിന്നൽ പിണറുകൾ, ഏതോ വലിയ കാവൽക്കാർ അവിടെ ഉള്ളതുപോലെ കള്ളന്മാർക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടാമതും പോയി, ഇല്ല. മൂന്നാമതും പോയി, പരാജയപ്പെട്ടു. വീട്ടിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല.
ഹജ്ജൊക്കെ കഴിഞ്ഞ് ഇയാൾ വന്നപ്പോൾ ഈ കള്ളൻ ചെന്ന് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിൽ ആരായിരുന്നു കാവൽക്കാര്, എന്തായിരുന്നു നിങ്ങൾ ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞല്ലോ, ഖുർആനിലെ ഒരു ആയത്ത് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, ആയത്തുൽ കുർസിയിലുള്ള ഒരു ഭാഗം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, ഞാൻ ആ ആയത്ത് എന്റെ വീട്ടിൽ എഴുതി വെച്ചു. അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ 313 ആളുടെ പേര് ഞാൻ അവിടെ സൂക്ഷിച്ച് ഒരു എഴുതി വെച്ചിരുന്നു, അതിന്റെ കാവലാണ് എന്ന് പറഞ്ഞു ഇയാൾ, ഈ ഹാജി. ഇത് എവിടെ പറഞ്ഞു? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ചോദ്യത്തിന് അർത്ഥമല്ല, ഇത് അനുഭവങ്ങളാണ്, മഹാന്മാര് പഠിപ്പിച്ച അനുഭവങ്ങളാണ്. അപ്പോൾ ഈ അനുഭവങ്ങളുള്ള ആളുകൾ, അവര് അനുഭവങ്ങളും അതിലുള്ള ഈമാനും അതിൽ വിശ്വാസവുമുള്ള മഹത്തുക്കളായ ആളുകൾ ഇങ്ങനെയുള്ള അമലുകൾ നിർദ്ദേശിച്ചു. പഴയകാലത്തെ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്, അഹ്ലുൽ കഹ്ഫ്, ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ആ യുവാക്കൾ, ആ ചെറുപ്പക്കാർ, അവരുടെ പേരുകൾ ചില തഫ്സീറിന്റെ കിതാബുകളിലൊക്കെ ഇതാണ് അവരുടെ പേര് എന്ന് പറഞ്ഞ 7 ആളുകളുടെ പേര് അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നായയുടെ പേര് ഖിത്മീർ, അതൊക്കെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. ഇത് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് എഴുതി വീട്ടിൽ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കച്ചവട മുതലിൽ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൽ വെച്ചാൽ, അതിന്റെ കാവലുണ്ടായതും ആ കാവൽ കിട്ടിയതും അനുഭവങ്ങൾ മഹാന്മാരെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിൽക്കാലക്കാരായ ആളുകൾക്ക് ഇമാമിയങ്ങളും ഉലമാക്കളും മഹാന്മാര് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പാരമ്പര്യത്തിന്റെ രീതിയിൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ കാണുന്നു, അനുഭവിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നു, ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ബദരീങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ അതിന് വീടിന് കാവലുണ്ടാകും, അതിന്റെ ബർക്കത്തുണ്ടാകും. രോഗങ്ങളും ഷർറുകളും പൈശാചികമായ ഉപദ്രവങ്ങളും പലതും നീങ്ങിപ്പോകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാർക്ക് കൊടുത്ത ഒരു ഫضലാണ്, ശ്രേഷ്ഠതയാണ്. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, അസ്സുഹാദ് സമാനിയ, 8 സാഹിദീങ്ങൾ, അസ്സുഹാദ് സമാനിയ 8 സാഹിദീങ്ങൾ. മൻ ദക്കറഹും വഹുവ ഫീ മറദിൻ ഊഫിയ ബിഇദ്നില്ലാ, ഒരാള് രോഗിയായി കിടക്കുമ്പോൾ ഈ 8 മഹാന്മാരുടെ പേരുകൾ പറഞ്ഞാൽ, പേരുകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന് അവരുടെ ബർക്കത്ത് കൊണ്ട് അവന്റെ രോഗത്തിന് ശമനം കിട്ടും. ആ രോഗത്തിൽ അവൻ മരിച്ചുപോയാൽ വഇൻമാ തഹുശറ മഅഹും, ആ മഹാന്മാരോട് കൂടെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരു മയ്യത്തിന്റെ കഫം മുടയിൽ മയ്യത്തിന്റെ ശരീരത്തിൽ അത് എഴുതി സൂക്ഷിച്ചു വെച്ചാൽ മയ്യത്തിന്റെ ഖബറിൽ രക്ഷയുണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരല്ല, ബദരീങ്ങളിൽപ്പെട്ടവരല്ല, സ്വഹാബിമാർക്ക് ശേഷം വന്ന താബീങ്ങളിൽപ്പെട്ടവർ, പിൽക്കാലക്കാരിൽ വന്നവരാണ്. സാഹിദീങ്ങൾ, ചരിത്രത്തിൽ അറിയപ്പെട്ട 8 സാഹിദീങ്ങൾ എന്ന് മഹാന്മാര് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, മഹാനായ ഹരിം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു, റബീഉ ഇബ്നുൽ ഖൈസം റളിയല്ലാഹു അൻഹു, അസ്വദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു, ആമിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, മസ്റൂഖ് ബിൻ അജ്ദ റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. 8 സാഹിദീങ്ങൾ. അവരുടെ പേര് പറഞ്ഞാൽ തന്നെ രോഗം മാറും. അവരുടെ പേര്, ആ പേര് കൊണ്ട് മന്ത്രിച്ചാൽ രോഗം മാറും. അവരുടെ പേര് എഴുതിയത് മയ്യത്തിന്റെ കഫമുടയിൽ വെച്ചാൽ ആ മയ്യത്തിന് ഖബറിൽ രക്ഷ കിട്ടും, അവരുടെ സഹായം ലഭിക്കും. ഇത് വിശ്വാസമുള്ള ആളുകൾക്ക് ചെയ്യാം. ഞാനിത് പറയുന്നത് ഇന്നപ്പോ നമ്മുടെ നാട്ടിൽ പതിവുണ്ടോ? ഓരോ നാട്ടിലും ഓരോ പതിവുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ചില നാടുകളിലൊക്കെ ചില മയ്യത്തിന്റെ കൂടെ ഒരു തുണിയിൽ എഴുതി ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു ബൈത്ത്, ആ ബൈത്തുകളൊക്കെ എഴുതി കഫംപുടയോടുകൂടെ മയ്യത്തിനോട് ചേർന്ന്, മയ്യത്തിന്റെ മുഖത്തോട് ചേർന്ന് ഒക്കെ വെക്കാറുണ്ട്. ഖബറിന്റെ ഭിത്തിയോട് ചേർത്ത് വെക്കാറുണ്ട്. പല രൂപത്തിൽ പതിവുണ്ട്. അത് ഓരോ നാട്ടിലും ഓരോ പതിവ്. അതിന് കാരണം ഓരോ മശായിഖന്മാർ, ഓരോ മഹാന്മാര് നിർദ്ദേശിച്ച രീതി. ഇപ്പൊ മങ്കൂസ് മൗലൂദ് നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധമായതാണ്. അത് മറ്റുള്ള ഒരു രാജ്യത്ത് പോയാൽ, UAE-യിലോ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മിസ്റിലോ സിറിയയിലോ ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ പോയാൽ മങ്കൂസ് മൗലൂദ് അവിടെ കാണൂല. പക്ഷെ അവിടെ വേറെ മൗലൂദുകളുണ്ട്. ഇറാഖിലും സിറിയയിലും മിസ്റിലും
പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെ എത്രയോ മൗലിദുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരുടെ ഒക്കെ കീർത്തനങ്ങൾ അത് പതിവാക്കുന്ന ആളുകളുണ്ട്. സൗദി അറേബ്യയിൽ ഇപ്പോഴുണ്ട്. സൗദികളായ ആലിമീങ്ങൾ മക്കയിലും മദീനയിലും ഉൾപ്പെടെ പരസ്യമായി അവർ ചെയ്യാറില്ലെങ്കിലും, കാരണം ഭരണകൂടത്തിന്റെ നിയമം മറ്റൊന്നായതുകൊണ്ട് ആ സദസ്സുകൾ നിലനിർത്തുന്ന ആലിമീങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. മൗലിദുകൾ ഓതുന്നുണ്ട്, വ്യത്യസ്തമായ പല മൗലിദുകൾ. ചിലതൊക്കെ ലോകത്ത് പലയിടത്തും വ്യാപകമായി അറിയപ്പെട്ടു. ഉദാഹരണം ബുർദ ഷരീഫ്, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങളുടെ ബുർദ, അത് ലോകരാജ്യങ്ങളിൽ അതിന്റെ ഗുണം, അതിന്റെ നേട്ടം അറിയപ്പെട്ടു. അതൊരു ഫضലാണ്. ചില കാര്യങ്ങൾ അങ്ങനെ അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, എല്ലാത്തിനും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലും പാടലും അത് ഖുർആൻ അംഗീകരിച്ചതാണ്. പിന്നെ അത് പറയാ, പിന്നെ എങ്ങനെയാ പാടേണ്ടത്, ഏത് രീതിക്കാ പാടേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, ഏത് ഭാഷയിലാ പറയേണ്ടത്, അതൊന്നും മലയാളത്തിൽ പ്രസംഗിക്കാൻ പറ്റുമോ? ഖുർആനിൽ തെളിവുണ്ട്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ദീനിൽ തെളിവ് വേണ്ടേ? നമ്മളിങ്ങനെ മലയാളത്തിൽ പടപടാച്ചിട്ട് വയതും ക്ലാസ്സും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. മലയാളത്തിൽ പറയാൻ പറ്റുമോ? ഖുർആനിൽ തെളിവുണ്ടോ? ഇനി പ്രസംഗമല്ല, ഖുത്ബ മലയാളത്തിൽ പറ്റുമോ? ഖുർആനിൽ തെളിവുണ്ടോ? എന്താ ചോദിച്ചാൽ മറുപടി? ഇത് ഒരു തരം മനുഷ്യനെ വട്ടം കറക്കുന്നൊരു ഏർപ്പാണ്, വസ്വാസാക്കുന്ന ഏർപ്പാണ്. അൽ വസ്വാസ് മിന ശൈത്താൻ. വസ്വാസ് എന്ന് പറഞ്ഞ ശൈത്താനിൽ നിന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യത്തിന്റെ അടിത്തറ, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, നേട്ടങ്ങൾ, സ്വലാത്ത് ചൊല്ലണം എന്ന് ദീനിന്റെ നിയമമാണ്, ഖുർആനിന്റെ നിയമമാണ്. ഏത് സ്വലാത്ത് എങ്ങനെ, അത് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ഏത് സ്വലാത്തും ചൊല്ലാം. നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 12,000-ലധികം സ്വലാത്തുകൾ മഹാന്മാര് ക്രോഡീകരിച്ചത് രേഖപ്പെടുത്തപ്പെട്ടത് സ്വലാത്തിന്റെ ഫളായിലുകൾ പറയുന്ന കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. 12,000-ലധികം സ്വലാത്തുകൾ. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ, സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ, താബീങ്ങളുടെ കാലത്തുണ്ടോ? ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. സ്വലാത്ത് അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു സ്വലാത്ത് നമുക്ക് അറബി ഭാഷയിൽ പ്രാവീണ്യം കഴിവുകൊണ്ട് നമ്മളൊരു സ്വലാത്ത് തന്നെ ഉണ്ടാക്കി ചൊല്ലുകയാണെങ്കിലോ കുഴപ്പമില്ല, ചൊല്ലാലോ. നമുക്ക് അറബി ഭാഷയിൽ കഴിവുണ്ട്, നമ്മൾ മുത്തുനബിയുടെ മദ്ഹ് ഒരു മൗലിദിന്റെ രൂപത്തിലുണ്ടാക്കി ചൊല്ലാലോ. ഇനി മലയാളത്തിലുണ്ടാക്കി പറയാലോ, പാടാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ മഹാന്മാർ കാരണം എന്തുകൊണ്ട് മഹാനായ സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാനവറുകൾ പല രാത്രികളിലും പറയാറുണ്ട്, ഇന്ന് ഞാൻ മലായിക്കത്തിന്റെ ഇബാദത്തിലാണ്. ഇന്ന് എനിക്ക് എന്റെ ഇബാദത്ത്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് ഇബാദത്തൽ മലായിക്ക, മലായിക്കത്തിന്റെ ഇബാദത്താണ് എന്ന് പറയും. ഇന്നെന്റെ ഇബാദത്ത് മലായിക്കത്തിന്റെ ഇബാദത്താണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് ഒറ്റ രാത്രി നേരം വെളുക്കോളം റുക്കോയിൽ മാത്രം കഴിഞ്ഞുകൂടി. റുക്കോയിൽ തന്നെ നീണ്ട റുക്കോയിൽ. സുബഹിന്റെ സമയത്താണ് പിന്നെ അത് പൂർത്തിയാക്കി സലാം വിട്ട. ചില ദിവസങ്ങളിൽ സുജൂദ്, ഒറ്റ സുജൂദ്, നേരം വെളുക്കോളം സുജൂദ്. ചില ദിവസങ്ങളിൽ ഖിയാമ്. കാരണം മഹാനവറുകൾ പറയും മലായിക്കത്തിന്റെ രീതിയാ. ചില മലക്കുകൾ ഖിയാമ് തന്നെയാണ്. ചില മലക്കുകളുടെ ഇബാദത്ത് ഖിയാമാണ്, നൃത്തം തന്നെ. ചില മലക്കുകൾ റുക്കോയിൽ തന്നെ, ചില മലക്കുകൾ സുജൂദിൽ തന്നെ, ചില മലക്കുകൾ അത്തഹിയാത്തിൽ തന്നെ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഇന്ന് മലായിക്കത്തിന്റെ ഇബാദത്താണ് എനിക്ക്. എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാവും, കാരണം ഇത് നീണ്ട റുക്കു ആയിരിക്കും, അല്ലെങ്കിൽ നീണ്ട സുജൂദായിരിക്കും, അല്ലെങ്കിൽ ഖിയാമായിരിക്കും. അങ്ങനെ ഒറ്റ റുക്കോയിൽ എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാം അല്ലേ? സുജൂദൊക്കെ ചിലപ്പോൾ പിന്നെയും കഴിയും, ഉറക്കം വന്നിട്ട് ഉറങ്ങും ചെയ്താൽ മതി അല്ലേ? റുക്കോയിൽ ഇങ്ങനെ നേരം മുഴക്കോളം നിൽക്കാൻ കഴിയുമോ? നമ്മള് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോ ഒരു 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടുള്ളൂ തസ്ബീഹ് നിസ്കാരത്തിന് അല്ലേ? തസ്ബീഹ് നിസ്കരിക്കുമ്പോ റുക്കു കുറച്ച് നീണ്ടുപോകും. എന്തേ? ഈ റുക്കുവിൽ നിന്നിട്ട് 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതൊരു 7 വട്ടായ ചില ആൾക്കാർ കാണാം അങ്ങനെ. അതിന് വിൽക്കാൻ പോകുന്നൊക്കെ തോന്നാണ് അല്ലേ? 10 വട്ടം ആവാൻ തന്നെ അങ്ങനെ നിൽക്കാൻ, റുക്കുവിൽ നിൽക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നേരം വെളുക്കുമോളം
ഒറ്റ റുക്കോയിൽ കഴിഞ്ഞു, ഒറ്റ സുജൂദിൽ കഴിഞ്ഞു, ഒറ്റ ഖിയാമിൽ കഴിഞ്ഞു, അത്തഹിയാത്തിൽ കഴിഞ്ഞു, മലായിക്കത്തിന്റെ ഇബാദത്ത് നിർവഹിച്ചു. ആ മഹാന്മാർ, അങ്ങനെയുള്ള മഹാന്മാർ. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞല്ലോ, മഹാനവറുകൾ വീട്ടില് ചാട്ടവാറുണ്ടായിരുന്നു. വീട്ടിൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവരുടെ മിഹ്റാബിൽ, ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് തഹജ്ജുദിനും ഇബാദത്തിനും വേണ്ടി അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട അവരുടെ മിഹ്റാബിൽ ഒരു ചാട്ടവാറുണ്ടായിരുന്നു. എന്നിട്ട് നിസ്കാരത്തിനിടയിൽ പാതിരാ സമയത്ത് രാത്രിയൊക്കെ ഉറക്കം വന്നാൽ അല്ലെങ്കിൽ ക്ഷീണം വന്നാൽ ആ ചാട്ടവാറെടുത്ത് ശക്തമായി അടിക്കും. മൂപ്പരത്തിനടിക്കും. അബൂ മുസ്ലിം അതിനായ ഒരു ചാട്ടവാർ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ ചാട്ടവാറ് കൊണ്ട് അടിക്കും. അടി എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളടിക്കുമ്പോൾ എന്തായാലും വേദനിപ്പിച്ചടിക്കൂലല്ലോ. ഇതങ്ങനെയല്ല. ഇത് നല്ല ദേഷ്യമുള്ള ശത്രുവിനെ തല്ലും പോലെ ഈ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് അടിക്കും. എന്താണ് അനക്ക് ഉറക്കം വരെ എഴുന്നേൽക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു ചാട്ടവാറുണ്ട്. എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 8 ആളുകളാണ് ഈ സുഹാദ് എന്ന് പരിചയപ്പെടുത്തിയത്. ഈ 8 ആളുകളുടെ പേര് പറഞ്ഞാൽ പിന്നെ ശൈത്താൻ ഓടൂല. കാരണം ഇവരെ, ഈ മഹാന്മാരെ ശൈത്താന് പേടിയാണ്. പൊതുവെ പറഞ്ഞല്ലോ, പൊതുവെ മുത്തനബി പഠിപ്പിച്ചല്ലോ, ഒരു അടിമ, ഒരു മുഅ്മിനായ മനുഷ്യൻ, നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ തന്നെ ശൈത്താൻ ഓടും. ശൈത്താൻ നമ്മിൽ നിന്ന് പേടിച്ചോടും. നമ്മുടെ കൂടെ കൂടാൻ കഴിയൂല, വസ്വാസാക്കാൻ കഴിയൂല. സുജൂദിൽ കിടക്കുന്ന ഒരു മുഅ്മിനിനെ വസ്വാസാക്കാൻ ശൈത്താന് കഴിയൂല. അപ്പോൾ ഇത് സുജൂദ് തന്നെ, ഇത് റുക്കൂ തന്നെ. ഒരു ദിവസം 1000 റക്അത്ത് തന്നെ സുജൂദ് എത്രയായി? 2000 സുജൂദായി. നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. നമ്മൾ റമദാൻ ഒക്കെ കൂടെ ഒരു മാസം കഴിഞ്ഞാൽ ആകെ എത്ര സുജൂദ് ചെയ്യും അല്ലേ? ഈ റമദാൻ ഒക്കെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ, ഫർളും സുന്നത്തും തറാവയും ഒക്കെ കൂടെ കഴിഞ്ഞാൽ ആകെ എത്ര സുജൂദ് ചെയ്യും? ഇത് വലിയ വലിയ മഹാന്മാരാണ്. നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ വലിയ വലിയ മഹത്തുക്കൾ. ആ മഹാന്മാരുടെ പേര് പറയുന്നത് തന്നെ പുണ്യമാണ്. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ മഹാന്മാര് അങ്ങനെയുള്ള വ്യത്യസ്തമായ പല കിതാബുകളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബദരീങ്ങളുടെ പേരിങ്ങനെ പറയുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസുൻ നൂർ ചൊല്ലാൻ പോവുകയാണ്. ആ മജ്ലിസുൻ നൂറിലും നമ്മൾ 313 ബദരീങ്ങളുടെ പേര് പറയുന്നു. ബഹുമാനപ്പെട്ട അതേപോലെ ഏത് ബദരിയത്താണെങ്കിലും, പിന്നെ ബദർ, അസ്മാഉൽ ബദർ ആണെങ്കിലും ബദർ മൗലിദുകളൊക്കെ രീതി അതാ. അതുകൊണ്ട് നേട്ടങ്ങളുണ്ട്, അനുഭവങ്ങളാണ്, ഗുണങ്ങളാണ്. അതുകൊണ്ടാണല്ലോ അതിങ്ങനെ പാരമ്പര്യമായി നമ്മിലേക്ക് കൈമാറി വന്നത്. അവരെ കൊണ്ടുള്ള ബറക്കത്തും അവരെ കൊണ്ടുള്ള സഹായവും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ, അവരൊക്കെ ബദരീങ്ങളുടെ അസ്മാവുകൾ ചൊല്ലിയവരായിരുന്നു. ആ അസ്മാഉൽ ബദർ, വിലായത്തിന്റെ പദവി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് കിതാബുകൾ കാണാം. അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ നാമങ്ങൾ ചൊല്ലണം എന്നായിരുന്നു എന്ന്. വിലായത്ത് വേണോ, ആ പദവി ലഭിക്കണോ, അതിനുള്ള നിയമങ്ങൾ, മാനദണ്ഡങ്ങളിൽ ഒന്ന് അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ നാമങ്ങൾ ചൊല്ലണം എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ വിഷയം, ദിക്റിന്റെ അത്ഭുതങ്ങൾ എന്നതാണ്. ദിക്റുകളുടെ ഭാഗങ്ങളാണ് ഇതെല്ലാം. അള്ളാഹുവിന്റെ നാമങ്ങൾ, മുത്തുനബിയുടെ നാമങ്ങൾ, മുത്തുനബിയുടെ മേൽ സ്വലാത്തുകൾ, മഹാന്മാരുടെ പേരുകൾ, അവരുടെ മധുഹുകൾ, അപദാനങ്ങൾ, വ്യത്യസ്തമായ ദിക്റുകൾ, കയ്യും കണക്കും നേരവും കാലവും സമയവുമില്ലാതെ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ വർദ്ധിപ്പിക്കേണ്ട അമലുകൾ. അതുകൊണ്ടൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഈ അത്ഭുതങ്ങൾ ഉണ്ടായാൽ പിന്നെ അത് അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് പറയാം. ഉണ്ടായി പിന്നെ ഉണ്ടാവില്ല എന്ന് എങ്ങനെ പറയാ? ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു പരലോകത്തവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ഈ റമദാൻ മജ്ലിസുകളിൽ കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, അതിനു മുമ്പ് വരെ ഉള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന നമ്മുടെ വേദിയിൽ വന്ന് ദുആക്ക് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ടവർ ഇപ്പോൾ ഖബറിലാണ്. ഒരുപാട് ഇജാസത്തുകൾ മഹാന്മാരിൽ നിന്ന് നിലനിർത്തിയിരുന്നു. അസ്മാഉൽ ഹുസ്ന, അതിന്റെ ഇജാസത്ത് പ്രകാരം ബഹുമാനപ്പെട്ടവർ നിലനിർത്തിയിരുന്നു. ഫാത്തിഹ ഇജാസത്ത് പ്രകാരം നിലനിർത്തിയിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് 40 ഫാത്തിഹ ഓതുന്നൊരു പതിവുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഇജാസത്ത് കൊടുത്ത്
40 ഫാത്തിഹ ഓതുന്നൊരു പതിവുണ്ടായിരുന്നു. ആ 40 ഫാത്തിഹ ഓതിയാൽ അതുകൊണ്ടുള്ള ഗുണം കാണും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ 480 തവണ ചൊല്ലാൻ ബഹുമാനപ്പെട്ടവർ ഇജാസത്ത് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന അത് മറ്റു പല ആളുകൾക്കും ഇജാസത്ത് കൊടുത്തിരുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്താണത്? എന്തായാലും ഒരു 480ന്റെ കണക്ക് അല്ലാഹു അഅലം. ഫാത്തിഹ എന്തൊരു 40ന്റെ കണക്ക്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകളുണ്ട്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 41 തവണ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ കണ്ണിന്റെ വേദനയ്ക്ക് ശിഫ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ തങ്ങൾ പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ണിന്റെ അസുഖമുള്ള ആളുകൾ 41 വട്ടം ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ അതുകൊണ്ട് ശിഫ കിട്ടുന്നു. പല്ല് വേദനയുള്ള ആളുകൾ 1000 തവണ ഫാത്തിഹ ഓതിയാൽ അവന്റെ പല്ല് വേദനയ്ക്ക് ശിഫ കിട്ടും, ശമനം കിട്ടും എന്ന്. ഇത് വിശ്വാസമുള്ള ആളുകൾക്ക് ചെയ്യാം. എന്താ മൊയിലേറെ പല്ലിങ്ങനെ വേദനിക്കുമ്പോ പല്ല് ഡോക്ടറെ പോയി കാണാന്നല്ലാതെ, കണ്ണിങ്ങനെ വേദനിക്കുമ്പോ കണ്ണ് ഡോക്ടറെ പോയി കാണാന്നല്ലാതെ, ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, അത് ദീനിന്റെ ഭാഗമാണ്. അതോടൊപ്പം ചികിത്സകൾ വിജയിക്കുകയും വേണമല്ലോ, അല്ലേ? ചികിത്സിക്കാതെ, ഒരു ഡോക്ടറെയും കാണിക്കാതെ, ഒരു ഡോക്ടറെയും കാണാതെ കണ്ണിന് രോഗം വന്നപ്പോൾ 41 ഫാത്തിഹ ഓതി മന്ത്രിച്ച് രോഗം മാറിയ അനുഭവങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പല്ല് ഡോക്ടറെയും കാണിക്കാതെ 1000 തവണ ഫാത്തിഹ ഓതി പല്ലുവേദന മാറിയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാറി എന്താ ചെയ്യാ? എന്നാൽ ഡോക്ടറെ കാണിച്ചിട്ടത് മാറാത്തതുണ്ട്, അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. ചിലപ്പോ അങ്ങനെയുള്ള ചികിത്സകൾ തന്നെ പാളൂലേ? ഓപ്പറേഷൻ പാളി, എന്നിട്ട് ആകെ കുലുമാലായി, ഇടങ്ങറായി. ഒരു കാര്യത്തിന് ഓപ്പറേഷൻ ചെയ്തതാ, അപ്പൊ എന്തോ ഡോക്ടറെ അബദ്ധം പറ്റി, പിന്നെ ആകെ കൊളായി, പ്രശ്നമായി, മരണങ്ങൾ വരെ സംഭവിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മരുന്ന് മാറി, ഇല്ലേ? അല്ലെങ്കിൽ ഡോക്ടർക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിശക്തമായ വേദനയായിട്ട് ചെന്നു, അടിവയറ്റിൽ വേദനയായിട്ട് ചെന്നു. ഡോക്ടർ വിചാരിച്ചു ഇത് മൂത്രക്കല്ലാവുന്നു. മൂത്രക്കല്ലിനുള്ള മരുന്നാണ് മൂപ്പര് കൊടുത്തത്. പക്ഷെ രോഗം വേറെ ആയിരുന്നു. അത് വേറെന്തോ രോഗം കാരണമുള്ള വേദനയാണ്. ഇതാണല്ലോ ചികിത്സ എന്ന് പറഞ്ഞാൽ അതൊരു കുദറത്താണ്. ചികിത്സകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കുദറത്താണ്, അല്ലേ? ഡോക്ടർമാര് ഏതാണ് രോഗം എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ആ രോഗത്തിന് നമ്മുടെ ശരീരത്തിന്റെ രോഗം കണ്ടുപിടിച്ചു. രണ്ടാൾക്കും ഒരേ രോഗമാണ്, രണ്ടാൾക്കും ഒരേ രോഗമാണ്. പക്ഷെ രണ്ടാളുടെയും ശരീരപ്രകൃതി അനുസരിച്ച് രണ്ടാൾക്കും ഒരേപോലെ ആയിരിക്കില്ല മരുന്ന് കൊടുക്കേണ്ടി വരിക. ഡോസ് വ്യത്യാസം ഉണ്ടാവും. ഇവൻ ആരോഗ്യം കുറഞ്ഞോനാ, അവനനുസരിച്ചുള്ള മരുന്ന്. ഈ ആരോഗ്യം കൂടിയവൻ അതിനനുസരിച്ചുള്ള മരുന്ന്. ഇതൊക്കെ ഒത്തുവന്ന് ഈ ചികിത്സ, ഈ മരുന്ന്, ഇത് കൃത്യമായി അതിലേക്ക് ചേർന്ന് ഈ രോഗം മാറിക്കിട്ടുക, അത് അള്ളാന്റെ കുദറത്താണ്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. പറഞ്ഞു വന്നത്, ശൈഖുന കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യക്ക് ക്യാൻസർ ആയിരുന്നു. ഏറെക്കുറെ 5 കൊല്ലം മുമ്പ് ക്യാൻസർ ബാധിച്ച് എല്ലാ ഡോക്ടർമാരും, ക്യാൻസർ ചികിത്സിക്കുന്ന തിരുവനന്തപുരത്തെ വലിയ ഡോക്ടർമാർ ഉൾപ്പെടെ വിധി എഴുതി, ഇല്ല ഇത് മാറൂല, ഒരു ചികിത്സയുമില്ല, മാറൂല, ഒന്നുമില്ല. മാരകമായ ക്യാൻസർ വന്നാൽ പിന്നെ ഏറെക്കുറെ ചുരുങ്ങിയ മാസങ്ങൾ മനുഷ്യന്റെ ആയുസ് പറയലും ഇതാണ് ഡോക്ടർമാരുടെ രീതിയും. അവരൊക്കെ ആ ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ആയുസ് പറഞ്ഞു, ഒരു ചികിത്സയും ഇല്ല എന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, എനിക്ക് ബുഖാറയിൽ സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ ഇജാസത്ത് നൽകിയ 4444 സ്വലാത്തുന്നാരിയെ ചൊല്ലുന്നൊരു പതിവുണ്ട്. അത് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ കുറെ പ്രത്യേകമായ ദിക്റുകളും വിറുതുകളും ദുആകളൊക്കെ നടത്തി എന്നിട്ട് 4444 വട്ടം സ്വലാത്തുന്നാരിയെ ചൊല്ലുന്ന ഒരു രീതിയാണ്. അതങ്ങനെ ഞാൻ പലവട്ടം ഞാൻ ചൊല്ലി പൂർത്തിയാക്കി എന്റെ ഭാര്യയുടെ അസുഖം മാറ്റാൻ വേണ്ടി പടച്ച റബ്ബിനോട് കരളൊരുക്കി മനസ്സറിഞ്ഞു തുയർന്നു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, ഇപ്പോഴും അവർ ജീവിക്കുന്നു, ആ രോഗമില്ല. ക്യാൻസർ ചികിത്സിക്കുന്ന എല്ലാ വിദഗ്ധരായ ഡോക്ടർമാരും മാറൂല, മാസങ്ങൾ അവധി പറഞ്ഞ രോഗം മാറി. ആ മാതാവ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മാറിയ പിന്നെ ആരോടാ പറയാ?
എങ്ങനെ ഇപ്പൊ നാര്യസ്വലാത്തല്ലേ മാറാന്ന് ചോദിച്ചാൽ എന്താ പിന്നെ പറയാം? ഇത് മാറി മനുഷ്യന്മാരെ. അങ്ങനെ ഇത് വിശ്വാസമുള്ള ആളുകൾ ചെയ്തു എത്രയോ അനുഭവങ്ങളാണ്. ഈ ഒരു രീതി നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വരിക. യാ അബൂദർദാ, അബൂദർദാ, പ്രിയപ്പെട്ട അബൂദർദായെ, അബൂദർദായെ, ഇഹ്തറഖ ബൈതുക, നിങ്ങളെ വീടതാ കത്തിയിട്ടുണ്ട്. ഓടി വരിക. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിസ്കാരവും ഇബാദത്തും ഖുർആനോത്തും ഉപരങ്ങനെ പള്ളിയിലിരുന്ന് ദിക്റും സലാത്തും ഖുർആനോത്തും ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളാ. മിക്കവാറും സമയം പള്ളിയിൽ ഉണ്ടാവും. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു ഒരാള്, ഇഹ്തറഖ ബൈതുക, നിങ്ങളുടെ വീട് കത്തി, വീട് കത്തി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ലല്ല മഹ്തറഖ, ഇല്ലല്ല വീട് കത്തിയിട്ടില്ല. ഞാൻ ഇപ്പൊ അവിടെ നിന്നാ വരുന്നത്. ഞാനേ ഈ ഓടിപ്പാ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞാന് ഇത് വിവരം പറയാൻ വേണ്ടി ഇയാളിങ്ങനെ ഓടിത്തളർന്നിട്ട് വന്നിട്ടേ, അബൂദർദായ, അബൂദർദായ, അവിടെ തന്നെ വരുമ്പോ തന്നെ നരിമളിയും കൂടിയിട്ടാ വരുന്നത്. നിങ്ങളെ വീട് കത്തിയിട്ടില്ല. എന്നാ വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, വേണേ കേട്ടാ മതി. എന്നാ ശരി, പോയി. കുറച്ച് കഴിഞ്ഞു ആഖർ, പിന്നെ അതിനേക്കാൾ വേഗതയിൽ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാളുണ്ട്, ഓടിക്കതച്ച് വേറൊരാൾ വരുന്നു. അബൂദർദായ, അബൂദർദായ, ഇഹ്തറഖ ബൈതുക, ഇഹ്തറഖ ബൈതുക, നിങ്ങളെ വീട് കത്തി, നിങ്ങളെ വീട് കത്തി. അപ്പോഴും അബൂദർദാ തങ്ങൾ പറഞ്ഞു, ഇല്ല മഹ്തറഖ, എന്റെ വീട് കത്തിയിട്ടില്ല. വീടെവിടെ? കുറെ അകലെ. മൂപ്പരെവിടെ? ഇവിടെ. അവിടുന്ന് വരുന്ന ആളുകളാ പറയണത് വീട് കത്തിന്ന്. ഒരാൾ പറഞ്ഞു, രണ്ടാമത്തെ ആളും പറഞ്ഞു, മൂന്നാമത്തെ ആളും പറഞ്ഞു, അവരോടൊക്കെ പറഞ്ഞു ഇല്ല കത്തിയിട്ടില്ല. പിന്നെ ഒരാൾ അവസാനം വന്നു, തുമ്മ ജാ ആഖർ, പിന്നെ ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബൂദർദാ, അബൂദർദാ തങ്ങളെ, ഒരത്ഭുതം കേൾക്കണോ, ഒരത്ഭുതം കേൾക്കണോ. നിങ്ങളുടെ പൊരട അവിടെ ആ അയലോക്കത്തെ വീടുകളൊക്കെ കത്തിച്ചാമ്പലായി. അവിടെ ഇങ്ങോട്ട് തീപിടുത്തുണ്ടായിട്ട് നിങ്ങളുടെ അയലോക്കത്തെ വീടുകൾ, അവിടെയുള്ള പരിസരത്തുള്ള എല്ലാ വീടും കത്തി അങ്ങോട്ട് ചാമ്പലായി. ഈ തീയങ്ങട്ട് ആളിയിട്ട് ഹത്തന്തഹത്ത് ഇലാ ബൈത്തിക, നിങ്ങളുടെ വീടിന്റെ അവിടുക്കണ്ട് എത്തിയപ്പോൾ തുഫിഅത്ത്, തീയൊക്കെ കെട്ടു. നിങ്ങളുടെ വീടിന്റെ ഓലക്കൊടി കരിഞ്ഞിട്ടില്ല. അല്ലേ? ഇതൊക്കെ ഇങ്ങനെ കേട്ട മറ്റുള്ള സഹാബിമാർ അത്ഭുതപ്പെട്ടു. ഇത് വല്ലാത്ത അത്ഭുതം. കാരണം ആദ്യം വന്ന ആള് പറഞ്ഞു വീട് കത്തി, മറ്റേ ആള് പറഞ്ഞു കത്തി. കാരണം അവരെന്താ അതിങ്ങനെ തീ ഇങ്ങനെ പാളണം കാണുകയാണല്ലോ. തൊട്ടടുത്തും ഒക്കെ ഇങ്ങനെ കത്തി, ആർക്കും നിയന്ത്രിക്കാൻ കഴിയണില്ല, തീ അണക്കാൻ കഴിയണില്ല. ഓലപ്പെരകളാണ്, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ വീടുകളാണ്. കത്തി അമരുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാന്നല്ലാതെ. എന്തായാലും ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേന് അബൂദർദാന്റെ വീടും അതിൽ പെട്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ വന്ന ആള്, ആദ്യത്തെ ആള് പറഞ്ഞത്. രണ്ടാമത്തെ ആളും അങ്ങനെ തന്നെ. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർദാ, അബൂദർദായെ, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ, ഇത് മഹാത്ഭുതമാണല്ലോ. ഇത് ഐ കലാമുക അഅജബ്, നിങ്ങളുടെ വർത്താനം വല്ലാത്ത അത്ഭുതമാണല്ലോ. കാരണം ആദ്യം വന്ന ആളുകളോട് പറഞ്ഞു കത്തിയിട്ടില്ല, കത്തിയിട്ടില്ല, എങ്ങനെയാണ് നിങ്ങളത് അറിഞ്ഞത്? പിന്നെ അവസാനം വന്ന ആള് പറഞ്ഞു കത്തിയിട്ടില്ല, തീ കെട്ടു എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ذاك كلمات سمعتها من رسول الله, മുത്തനബി പഠിപ്പിച്ചു തന്ന ചില കലിമാത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മൻ ഖാലഹുന്ന ഹീന യുസ്ബിഹു ലം തുസിബു മുസീബത്തുൻ ഹത്താ യുംസി, രാവിലെ ആ കലിമത്തുകൾ ആരെങ്കിലും ചൊല്ലിയാൽ വൈകുന്നേരം വരെ അവനൊരു മുസീബത്തും എത്തുകയില്ല എന്ന് മുത്തനബി പഠിപ്പിച്ചു. ചില കലിമത്തുകൾ, ആ കലിമത്തുകൾ ഇന്ന് രാവിലെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, വൈകുന്നേരം വരെ എനിക്കൊരു മുസീബത്തും എത്തൂല എന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വീട് കത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഞാൻ രാവിലെ അത് ചൊല്ലി. എന്താണത്? ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത അലൈക തവക്കൽതു വ അന്ത റബ്ബുൽ അർശിൽ കരീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها أنت ربي
ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഈ കലിമത്തുകൾ മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു മുസീബത്ത് വരുന്ന റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഞാനത് ചൊല്ലി. അതുകൊണ്ട് എനിക്കൊരു മുസീബത്ത് വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഒരാളിങ്ങനെ ഇത് ചൊല്ലുമ്പോൾ പറയാം, എന്തിനാണ് അതൊക്കെ ചൊല്ലുന്നത്? അതിനേക്കാൾ നല്ലത് ഖുർആനല്ലേ? ഖുർആൻ ഖുൽ ഹുവല്ലാഹു ഓതിക്കൂടെ? ഒരു ഫാത്തിഹ ഓതിക്കൂടെ? അതിനേക്കാൾ നല്ലത്. ഹദ്ദാദിൽ ഇങ്ങനെ ഒരുപാട് ദിക്റുകളല്ലേ ക്രോഡീകരിച്ചത്? മുത്തുനബി പറഞ്ഞതാ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് രാവിലെ ഒരാൾ 3 തവണ പറഞ്ഞാൽ വൈകുന്നേരം വരെ അവന് ഷർറുകൾ, പല ഷർറുകൾ, സൃഷ്ടികളുടെ പല ഷർറുകൾ, പൈശാചികമായ ഷർറ്, ശൈത്താനിയായ ഷർറ്, വിഷബാധ, പാമ്പ്, തേള്, ജിന്നിന്റെ ഉപദ്രവം, അതേപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇതൊക്കെ ഈ 2 ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും 3 വട്ടം ചൊല്ലിയാല് പെട്ടെന്നുള്ള മരണം ഉണ്ടാവൂല, ആപത്ത് മുസീബത്ത് ഉണ്ടാവൂല, വിഷമേൽക്കൂല എന്നൊക്കെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലേ? ഹദ്ദാദിൽ ഇങ്ങനെ കുറെ ദിക്റുകൾ ക്രോഡീകരിച്ചു. 10-25ഓളം വരുന്ന ദിക്റുകൾ 3 ചൊല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അതങ്ങനെ ചൊല്ലി പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് റസൂലുള്ളാഹി പറഞ്ഞതും ഖുർആനിൽ വന്നതൊക്കെ ആയ കാര്യങ്ങൾ തന്നെ. അത് പ്രത്യേകമായ വിറുതുകളും ഒക്കെ ആയി മഹാന്മാർ ക്രോഡീകരിച്ചു. എന്നിട്ട് ഇതൊക്കെ ചൊല്ലിയാൽ ഇങ്ങനെ അത്ഭുതങ്ങൾ നടന്നാൽ, എല്ലാ വീടും കത്തി, അബൂദർദാ തങ്ങളുടെ വീടിന് മാത്രം ഒന്നും സംഭവിച്ചില്ല, അത്ഭുതങ്ങൾ നടന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ നാമങ്ങൾക്ക്, പ്രത്യേകമായ ദിക്റുകൾക്ക് അതിന് ഫദലുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തഫ്സീറുൻ നസഫിയിൽ കാണാം, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലമ്മാ നസലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ആദം അലൈഹിസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദം നബിക്ക് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽ ആന ആമന്തു അലാ ദുർരിയതി മിനൽ അദാബ്. എന്റെ മക്കളിൽ, എന്റെ പരമ്പരയിൽ അദാബിൽ നിന്ന്, ശിക്ഷകളിൽ നിന്നുള്ള അതിന്റെ നിർഭയത്വം, അതിന്റെ സുരക്ഷിതത്വം എനിക്ക് ബിസ്മിയിലൂടെ ലഭിച്ചു എന്ന് സയ്യിദുന ആദം അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന് ബിസ്മി കിട്ടി. ഫനജാ ബിഹാ മിനൽ ഗർഖി. നൂഹ് നബിയും കൂട്ടരും ആ തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ടാണ്. ഉമ്മ നസലത്ത് അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബിസ്മി കിട്ടി. ഫസാറത്തിൻ നാറു ബർദൻ ഔ സലാമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ തീയെ തണുപ്പുള്ളതും സുഖമുള്ളതും രക്ഷയുള്ളതുമായത് ബിസ്മി കൊണ്ടാണ്. സുമ്മ നസലത്ത് അലാ മൂസ. മൂസാ നബിക്ക് ബിസ്മി കിട്ടി. ഫസല്ലമ മിനൽ ബഹറി. പിന്നെ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ടത്, മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് ബിസ്മി കൊണ്ടാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉമ്മ നസലത്ത് അലാ സുലൈമാൻ. സുലൈമാൻ നബിക്ക് ബിസ്മി കിട്ടി. ഫസ്തഖാമ മുൽക്കുഹു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാരം നിലനിന്നത് ബിസ്മി കൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് കിട്ടി. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനക്കാരായ ഈ ഉമ്മത്തിന് വരെ കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മഹാത്ഭുതമാണ്, അത്ഭുതങ്ങളുള്ളതാണ് ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? ബിസ്മി. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ടുള്ള പല ചികിത്സകളും മഹാന്മാര് പറഞ്ഞില്ലേ? 756 വട്ടം ബിസ്മി ചൊല്ല, 19 വട്ടം ബിസ്മി ചൊല്ല, 41 തവണ ബിസ്മി ചൊല്ല. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൈസർ ചക്രവർത്തിക്ക് മാരകമായ തലവേദന ഉണ്ടായിട്ട് മദീനയിലേക്ക് ആളയച്ചു, ദൂതനയച്ചു ഉമർ ഇബ്നുൽ ഖത്താബിനോട്, അല്ല, ഞങ്ങളുടെ രാജ്യത്തെ കൈസർ ചക്രവർത്തി ആളെ അയച്ചു, ഞങ്ങളുടെ രാജ്യത്തുള്ള ചികിത്സകരൊക്കെ പരാജയപ്പെട്ടു, നിങ്ങളുടെ നാട്ടിൽ വല്ല ചികിത്സകരുണ്ടോ? കൈസർ ചക്രവർത്തിയുടെ തലവേദന മാറ്റാൻ, മാരകമായ തലവേദന. ഉമർ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരെ പറഞ്ഞയച്ചില്ല, മരുന്ന് കൊടുത്തയച്ചില്ല, ചികിത്സ നിർദ്ദേശിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി കൊടുത്തയച്ചു. കൈസർ ചക്രവർത്തിയുടെ തൊപ്പിടാൻ പറഞ്ഞോളൂ, തലവേദന മാറും എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച തൊപ്പിട്ടാൽ തലവേദന മാറി.
അപ്പൊ എന്താ അവസാനം കൈസർ ചക്രവർത്തിന്റെ രഹസ്യം കണ്ടുപിടിച്ചു. ആ തൊപ്പിയുടെ ഉള്ളിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല. തലവേദന മാറി. എന്താ കാട്ടണം? മാറി എന്താ കാട്ടുക? ഇത് എഴുതിയത് ഉമർ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. അതിന് ഫضലുണ്ടാവും. ചിലപ്പോൾ നമ്മളങ്ങനെ എഴുതിയ എന്നപ്പോ അങ്ങനെ ഒന്ന് തൊപ്പിക്കച്ചവടം തുടങ്ങുക. തലവേദന ഉള്ളവർക്കൊക്കെ ബിസ്മി എഴുതിയ തൊപ്പിക്കച്ചവടം തുടങ്ങിയാൽ മാറുമോ? നമ്മൾ എഴുതി ചിലപ്പോൾ മാറിക്കൊള്ളുന്നില്ല. അത് ഓരോ ഫضലുള്ള ആളുകൾ അങ്ങനെയാണല്ലോ. ചിലപ്പോ മഹാന്മാരായ ആളുകൾ, നല്ല ആളുകളെ വെറുതെ ഒന്ന് ഒരു ഫാത്തിഹ ഓതിയാണ്ട് ഊതിയാൽ അത് മാറും. നമ്മൾ ചിലപ്പോൾ അത് 100 വട്ടം ഫാത്തിഹ ഓതിയാൽ അങ്ങനെ മാറൂല അല്ലേ? അതോ കാരണം അവരതന്നെ അവർ ദിക്റിലും സ്വലാത്തിലും അതിലങ്ങനെ മുഴുകിയവരാ. അപ്പോൾ അവരൊന്ന് മന്ത്രിച്ചാൽ തന്നെ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, പിന്നെ തലവേദന ഡോക്ടർമാരൊക്കെ കാണിച്ചു, ഒരു പ്രത്യേക തലവേദന, ചെവി വേദന ഒക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് പോയി. ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലാണ്. അവിടെ മാറി. അതോടുകൂടി കഴിഞ്ഞ പരിപാടി. പിന്നെ ആ വേദന ഇല്ല, ആ ബുദ്ധിമുട്ട് അങ്ങനെ പോയി. ഡോക്ടർമാർക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ആളുകൾ. കാരണം അവർ ദിക്റുകളിലും വെറുതുകളിലും അതിൽ വ്യാപൃതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അപാരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ അവർക്ക് കറാമത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്തുകളാ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കേണ്ടത്, നമ്മുടെ ഖൽബിനെ പ്രകാശിപ്പിക്കേണ്ടത്. നമ്മുടെ ഓരോ അവയവങ്ങളെ, നമ്മുടെ കണ്ണിന്റെ നൂറ്, നമ്മുടെ കാതിന്റെ നൂറ്, നമ്മുടെ നാക്കിന്റെ നൂറ്, നമ്മുടെ കൈകാലുകളുടെ നൂറ്, എല്ലാ അവയവങ്ങളെയും അതിനെ ശുദ്ധിയാക്കി അതിനെ പ്രകാശിപ്പിക്കേണ്ടത് ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, ദിക്റുകൾ അങ്ങനെ ചൊല്ലി ഖൽബിൽ എപ്പോഴും ദിക്ർ ഉണ്ടാവുക. ആ ദിക്ർ ഖൽബിയായ ദിക്റിനാണ് ഏറ്റവും വലിയ ഫضല്. ദിക്റങ്ങനെ ചൊല്ലി പതിവാക്കിയ ആളുകൾക്ക് പിന്നെ ഖൽബിലും ആ ദിക്റിനുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതങ്ങനെ ചൊല്ലി പതിവാക്കിയ ആളുകള് പിന്നെ അതങ്ങനെ ഖൽബ് ഏറ്റെടുത്തു. പിന്നെ അങ്ങനെ ശ്വാസം വിടുമ്പോഴും ഉറങ്ങുകയാണെങ്കിലും ഒക്കെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഉണ്ടാവും. അത് നമുക്ക് പറഞ്ഞാൽ മണ്ടേ കയറാത്തൊരു അവസ്ഥയാണ്. അത് അനുഭവത്തിലേക്ക് വരുമ്പോൾ, അനുഭവത്തിലേക്ക് വന്ന മഹാന്മാർ പറയുന്നു, അള്ളാഹു നമ്മെ ഉയർത്തട്ടെ അല്ലേ. അവര് പിന്നെ മരിക്കണ സമയത്ത് അത് ചൊല്ലിയിട്ടേ മരിക്കൂ. ആ ഓർമ്മ ഉണ്ടാവും. അത് ചിലപ്പോൾ ഉറക്കെ ചൊല്ലും, അല്ലെങ്കിൽ അത് പതുക്കുണ്ടാവും. ആ ദിക്ർ ചൊല്ലാതെ അവർ മരിക്കൂല. കാരണം അതങ്ങനെ ചൊല്ലി 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 അതിലങ്ങോട്ട് ലയിച്ചു ചേർന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, സ്വർഗക്കാര് ശ്വാസം വിടും പോലെയാണ് അവർ തഹ്ലീലും തസ്ബീഹും. നമ്മൾ ശ്വാസം വിടും പോലെയാണ് സ്വർഗക്കാർക്ക് തഹ്ലീലും തസ്ബീഹും. ദുനിയാവിൽ തന്നെ ദാക്കിരീങ്ങൾ അങ്ങനെയായി മാറുകയാണ്. അവർ ഉറങ്ങുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും എപ്പോഴും അവരുടെ ഖൽബിൽ ദിക്ർ തന്നെ, ഖൽബിയായ ദിക്ർ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ചൊല്ലുന്ന ദിക്റിനേക്കാൾ ഖൽബ് കൊണ്ടുള്ള ദിക്റിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉപരിങ്ങനെ ഉണ്ടായിരിക്കാണ്, അല്ല ഉണ്ടാതിരിക്കല്ല. ഇവരുടെ ഖൽബിൽ അങ്ങനെ ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഖൽബിലുണ്ട്. ഒച്ച വരുന്നില്ല, ചുണ്ടുകൾ അനങ്ങുന്നില്ല, നാക്ക് ചലിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഖൽബിയായ ദിക്ർ. വഅലം അന്ന ദിക്റ ഫിൽ ലൈലി അഫ്ളലു മിൻഹു ഫിൻ നഹാർ. ദിക്ർ ചൊല്ലാൻ ഏറ്റവും നല്ലത് രാത്രിയാണെന്ന്, പകലിനേക്കാൾ. ദിക്റുകൾ ചൊല്ലാൻ ഏറ്റവും നല്ലത്
രാത്രിയാണ് പകലിനേക്കാൾ. ലിഅന്നന്നഹാറ, കാരണം പകൽ എന്ന് പറഞ്ഞാൽ മജാലുൽ മആശ്, ജീവിതത്തിന്റെ, മനുഷ്യരൊക്കെ ജീവിതോപാധികൾ, ഉപജീവന മാർഗങ്ങൾ, ജോലി തിരക്കുള്ള സമയമാണ് പകല്. അതുകൊണ്ട് വല്ലൈല മഹല്ലു തജല്ലിയാത്ത്, പടച്ച റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന സമയം, അതിനുള്ള ഏറ്റവും നല്ല വഴി പടച്ച റബ്ബിലേക്കുള്ള വഴി അത് രാത്രിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് രാത്രിയുള്ള ദിക്ർ അതിനാണ് പകലുള്ള ദിക്റിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് മുഅ്മിനിന്റെ രീതി ദിക്റുകൾ അങ്ങനെ വർദ്ധിപ്പിക്കണം. നാളെ വിളിച്ചു പറയപ്പെടും. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, എല്ലാവരെക്കാളും മുഫർരിദീങ്ങളാണ് മുൻകടന്നു. അപ്പോൾ ചോദിച്ചു, അമൽ മുഫർരിദൂൻ യാ റസൂലല്ലാഹ്, ആരാണ് മുഫർരിദീങ്ങൾ? അസ്സാകിറൂനല്ലാഹ കസീറാ, അല്ലാഹുവിന്റെ ദിക്ർ ധാരാളം ഉള്ളവര്. ദാക്കിരിങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ അലൈക ബിദിക്രിൽ ഇസ്മിൽ വാഹിദ് മിൻ മറത്തിൻ ഇലാ അസ്റ വമിൻ അസ്റത്തിൻ ഇലാ മിഅ വമിൻ മിഅത്തിൻ ഇലാ അൽഫ്, ഹക്കദാ 10 വട്ടം ചൊല്ലണവനാണോ പിന്നെ അത് 100 ആക്കണം. 100 വട്ടം ചൊല്ലണവനാണോ 1000 ആക്കണം. 1000 വട്ടം ചൊല്ലണവനാണോ അത് 10000 ആക്കണം. ഇങ്ങനെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി. മഹാന്മാര് പറഞ്ഞല്ലോ, നീ അങ്ങനെ ദിക്ർ ചൊല്ലിക്കോ, ആളുകള് നിന്നെ കണ്ടിട്ട് പിരാന്തനാണെന്ന് പറയുന്നത് വരെ, ഹത്താ യഖൂലു മജ്നൂൻ, ആ ചങ്ങായിക്ക് സുഖല്ല, ഒരു പിരാന്താണ് എന്ന് പറയുന്നത് വരെ നിങ്ങൾ ദിക്ർ അങ്ങനെ വർദ്ധിപ്പിച്ചോ എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ദാക്കരിയങ്ങളിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം നമുക്ക് മജ്ലിസുൻ നൂർ ഈ ശ്രേഷ്ഠമായ സദസ്സിൽ ചൊല്ലണം. മഹാന്മാരായ ബദരീങ്ങളുടെ സുദിനമാണ്. ഇന്നത്തെ പ്രാധാന്യവും അതാണ്. വിഷയത്തെക്കാൾ കൂടുതൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ബദരിയത്തുൽ മങ്കൂസിയ എന്ന ശ്രേഷ്ഠമായ പരിശുദ്ധമായ ആ മജ്ലിസുൻ നൂർ ഇവിടെ നടത്തി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ കാര്യം അതിൻ്റെതായ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. ഇന്ന് ബദരീങ്ങളുടെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ബദർ മൗലിദ് ഇന്ന് രാവിലെ പള്ളിയിൽ ഇവിടെ വെച്ച് ബദർ മൗലിദ് ഓതി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തതുപോലെ നമ്മൾ മജ്ലിസുൻ നൂർ ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് ആയിരക്കണക്കിന് സദസ്സുകളാണ് മജ്ലിസുൻ നൂറിന്റെ സദസ്സ് നടക്കുന്നത്. 7 ഫാത്തിഹ ഓതുക, അല്ലേ? 7 ഫാത്തിഹ ഓതും ആദ്യം. പിന്നെ ബദരിയത്തുൽ മങ്കൂസിയ എന്ന മനോഹരമായ ആ ശ്രേഷ്ഠമായ വളരെ പ്രധാനപ്പെട്ട ആ ഖസീദ പാടും. എല്ലാവരും കൊടുക്കാൻ പറ. ആ പരിശുദ്ധമായ ഖസീദ 60 വരികളുള്ള ഖസീദ പാടും, ദുആ ചെയ്യും. ഇതാണ് ഈ മജ്ലിസുൻ നൂറിന്റെ രീതി, അതിന്റെ പ്രത്യേകത. ദുനിയാവും ആഖിറവും തേടുന്ന ഒരാത്മീയമായ സദസ്സാണ്. 60 വരികളിലായി എല്ലാവർക്കും കൊടുക്കും. തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അവിടെ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഒരു പണി കുറച്ച് വേറെ ആൾക്ക് കൊടുക്കും. ഒരാൾക്കും നീക്കാം, അതിൻ്റെ അത് കുറച്ച് തോന്നെ കൊടുക്കും. എൻ്റെ അപ്പുറത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 60 വരികളാണ് ആകെ ഉള്ളൂ. ഇത് 1.5 മണിക്കൂർ കൊണ്ട് ഒക്കെ അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നമുക്കറിയാലോ, നമ്മളൊക്കെ മജ്ലിസുൻ നൂർ പലയിടത്തും പങ്കെടുത്ത് പരിചയമുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം മജ്ലിസുൻ നൂർ ചൊല്ല അതിന് പ്രത്യേകത ഉണ്ട്. കാരണം 17 ആണല്ലോ, റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ടിന്റെ ദിവസം. ബദരീങ്ങളുടെ സദസ്സായ മജ്ലിസുൻ നൂറിൽ നടത്താൻ അതിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. 7 ഫാത്തിഹ ഓതുന്നതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഫാത്തിഹക്ക് വലിയ പ്രത്യേകത ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ,
41 ഫാത്തിഹ ഓതാ, 40 ഫാത്തിഹ ഓതാ, 1000 ഫാത്തിഹ ഓതാ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നതുപോലെ 7 ഫാത്തിഹ അതിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. മഹാന്മാരായ ആളുകൾ പ്രത്യേകിച്ച് കൽബിയായി, കൽബിന്റെ അവസ്ഥകൾ, നമ്മുടെ ആത്മീയമായ ഉയർച്ചക്കാണ് പ്രധാനമായി 7 ഫാത്തിഹ ബഹുമാനപ്പെട്ട തങ്ങൾ നിർദ്ദേശിച്ചത്. അവരുടെ ആ ഇജാസത്ത് ആ പാരമ്പര്യമായി കിട്ടിയതനുസരിച്ച് നമ്മുടെ കൽബിന്റെ നൂറാനിയത്തും നമ്മുടെ കൽബിന്റെ ഉയർച്ചയും അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസുൻ നൂർ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ദുആയിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലേ? ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ഓരോ ദിവസവും, ഇന്നത്തെ ദിവസവും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആക്കാമയും പറയുന്ന നല്ല ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സുകളിലൊക്കെ ഉണ്ട് അൽഹംദുലില്ലാഹ്. മഹാന്മാര് പറയുന്നു, പ്രാർത്ഥന കബൂല 10 കൂട്ടരിലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. അതിലൊന്ന് ആലിം തന്നെ എന്നു നീ അറിയണം, മുതഅല്ലിമ മറ്റൊന്ന് എന്നും ഓർക്കണം. 10 കൂട്ടരുടെ ദുആ അതിന് കബൂലിയത്തുണ്ട്. 10 കൂട്ടരുടെ നോക്ക് 10 വിഭാഗം ആളുകളുടെ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് മുത്തുനബിയാണ് പറയുന്നത്. എങ്ങനെ? പ്രാർത്ഥന കബൂല 10 കൂട്ടരിലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. അതിലൊന്ന് ആലിം തന്നെ എന്നു നീ അറിയണം, മുതഅല്ലിമ മറ്റൊന്ന് എന്നും ഓർക്കണം. ഒന്ന് ആലിമീങ്ങള്, മറ്റൊന്ന് മുതഅല്ലിമീങ്ങള്. മൂന്നാമതായി എണ്ണുന്നു നല്ല സ്വഭാവികൾ, അതുപോലെ തന്നെ യതീം, അഞ്ചാരോഗികൾ. മൂന്നാമത്തത് സൽസ്വഭാവമുള്ള ആളുകൾ, അല്ലെ? നോക്ക്. ഇപ്പൊ നമ്മളെ ഈ സദസ്സിൽ ആരൊക്കെ ഉണ്ട്? ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, നല്ല സ്വഭാവമുള്ള ആളുകൾ, സൽസ്വഭാവികളുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. സൽസ്വഭാവികൾ, അവരുടെ ദുആക്ക് കബൂലിയത്തുണ്ട്. യത്തീമുകളായ മക്കളെ, അവരുടെ ദുആക്ക് കബൂലിയത്തുണ്ട്. യത്തീമുകൾ. രോഗികളുടെ ദുആക്ക് ഉത്തരമുണ്ട്. 5ാമത്തെ വിഭാഗം രോഗികൾ. ഈ സദസ്സിൽ എത്ര രോഗികളുണ്ട്? പല രോഗങ്ങളുള്ളവര്. പിന്നെയോ മാതാപിതാക്കൾക്കായി ഗുണം ചെയ്യുന്ന ഉൽദിന്റെ പ്രാർത്ഥനയും കബൂൽ തന്നെന്ന. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ, അവരുടെ ദുആക്ക് ഉത്തരം കിട്ടും, അല്ലെ? നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും അവർക്ക് ഗുണം ചെയ്തവരും ചെയ്യുന്നവരൊക്കെ അല്ലേ? അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ അടുത്തത്, പിന്നെയോ കൂടാതെ ബൈനൽ മുസ്ലിമീന നസീഹത്ത് ചെയ്യുന്നവന്റെ ദുആക്കുമുണ്ട് ഇജാസത്ത്. മുസ്ലിങ്ങൾക്കിടയിൽ നസീഹത്ത് നടത്തുന്നവൻ. നസീഹത്ത് നടത്തുക എന്ന് പറഞ്ഞാലേ നമ്മളൊന്നും, ചില ആളുകൾ ഇത് ഒരു മൊയ്ലിയർ വന്നിട്ടുണ്ട്, മൂപ്പരെ ഒരു നസീഹത്ത് ഉണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലായി, ആയിക്കോട്ടെ, എവിടെ ബക്കറ്റ് ഇട്ട് പോവാം, എന്തിനാ മൊയ്ലിയർ നസീഹത്തിന് വന്നിക്കുന്നത് നമുക്ക് മനസ്സിലായി, അല്ലേ? അങ്ങനെ പറഞ്ഞു പള്ളിക്ക് മൊയ്ലിയർ പറഞ്ഞതാ. പിന്നെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്, ഒരു നസീഹത്ത് ഉണ്ട്. അപ്പോ മനസ്സിലായി എന്തിനാ ഉസ്താദ് വന്നിക്കണത്. ബക്കറ്റിൽ എന്തെങ്കിലും ഇട്ടെടുക്കും, ഇവർക്ക് എന്തെങ്കിലും കിട്ടേണ്ടി വരുമോ, അതിനാ നസീഹത്തിന് വന്നിക്കണം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ എന്നർത്ഥം. നസീഹത്ത് തന്നെ വേറെ വാഴ പറയലല്ല. നസീഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ത് വാഴ പറയല്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണം കാംക്ഷിക്കുക. നമ്മള് ഒരാളോട് ഒന്നും പറഞ്ഞില്ല, അയാൾക്ക് ഗുണത്തിനൊരു കാര്യം ചെയ്തൊരു നസീഹത്താണ്. മനസ്സിലായില്ല? ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ മാർബിളാണ്, അവിടെ വെള്ളമുണ്ട്, കാണുന്നില്ല, വെളുത്ത മാർബിൾമേണ് വെള്ളം. അപ്പോ നമ്മള് ആളോട് പറഞ്ഞതാ ഇവിടെ വെള്ളം ഇട്ടാ പുറത്തോടെ നടന്നോളിന്നാണ്. അത് നസീഹത്താ. കാരണം അയാളെ ഗുണം കാംക്ഷിച്ചുകൊണ്ട് അയാളെ വെള്ളത്തിൽ ചവിട്ടി അല്പം ഒഴുക്ക് വീണ് മുറിയാവും. അപ്പൊ അയാളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് നസീഹത്താണ്. നസീഹത്ത് പറഞ്ഞാൽ ഖാലല്ലാഹു അസ്സ വജൽ എന്നിട്ട് വഅദ് പറയൽ മാത്രമല്ല. ഒരാളുടെ ഗുണത്തിന് വേണ്ടി എന്ത് പറഞ്ഞാലും, എന്ത് ചെയ്താലും, എന്ത് ചിന്തിച്ചാലും, എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ നസീഹത്താണ്. അതുകൊണ്ടാണ് നസീഹത്ത് ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്, ഗുണം കാംക്ഷിക്കലാണ്. മുസ്ലിങ്ങൾക്ക് ഗുണം വരണം എന്ന് ആഗ്രഹിക്കുക,
അങ്ങനത്തെ ഒരു മനുഷ്യൻ ഓനെപ്പോഴും മുഅ്മിനീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഗുണം കിട്ടണം. ഇത് അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാവുക എന്നല്ല, മനസ്സിലാവുണ്ടോ? മറ്റുള്ളവർക്കും ഗുണം കിട്ടിക്കോട്ടെ, പക്ഷെ പൊതുവെ മുഅ്മിനീങ്ങൾക്ക് പൊതുവായി വേറൊരു ലക്ഷ്യമല്ല, എന്റെ കുടുംബക്കാർക്ക് മാത്രം കിട്ടണമെന്നോ എന്റെ നാട്ടുകാർക്ക് മാത്രം കിട്ടണമെന്നോ ഒന്നുമല്ല. പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും അത് ഗുണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, അവരുടെ ദുആക്കും ഉത്തരം കിട്ടും. 8 ഗാസി ഹാജ് തിസ്അത്താണ്. 8ാമത്തെ വിഭാഗം അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർ. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർ. 9ാമത്തെ വിഭാഗം ഹജ്ജിന് പോകുന്നവര്, ഹജ്ജ് ചെയ്തവര്, ഹജ്ജിന് പോകുന്നവര്, അതേപോലെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജ് ചെയ്തവര്, അവരുടെയൊക്കെ ദുആക്ക് ഉത്തരം കിട്ടും. 10ാമത്തെ വിഭാഗം സൗജിന് മുത്തഅത്തായ സ്ത്രീ 10ആണ്. ഇതുപോലെ റാസിയിൽ നോക്കിയാൽ കാണുന്നതാ 268 ഒന്നിൽ വന്നതാ. തഫ്സീർ റാസി 1-ാം ഭാഗം 268ാമത്തെ പേജിൽ നോക്കിയാൽ കാണുന്നതാണ്. 10ാമത്തെ വിഭാഗം ഭർത്താവിന് വഴിപ്പെടുന്ന ഭാര്യമാര്, ഭർത്താവിന് വഴിപ്പെടുന്ന ഭാര്യമാര്, അവരുടെ ദുആക്കും ഉത്തരം കിട്ടും എന്ന് മുത്തുനബി പറഞ്ഞു. മുത്തുനബി പറഞ്ഞു 10 വിഭാഗം ആളുകളുടെ ദുആക്ക് ഉത്തരം കിട്ടും എന്ന്. ഇതിപ്പോ 10ാമത്തെ വിഭാഗം മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ അല്ലേ? പിന്നെ ആരുമില്ല, യുദ്ധത്തിന് പോയവരുമില്ല അല്ലേ? 2 വിഭാഗമല്ല, ബാക്കിയുള്ള 8 വിഭാഗം ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഹാജിമാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, യത്തീമുകളായ മക്കളുണ്ട്, പിന്നെ നസീഹത്തുള്ള ആളുകളുണ്ട്, സൽസ്വഭാവമുള്ള ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഇതിലുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ആമീനാണ്, ആരുടെ ദുആയാണ് സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂല. ഇവിടെ റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. അപ്പൊ ഒന്നിന്റെ അടുത്തേക്ക് ഇരുന്നാലോ? ഒരു അരമണിക്കൂർ കൊണ്ട് മജ്ലിസുൻ നൂർ ചൊല്ലി നമുക്ക് പിരിയാം. നമുക്ക് ആദ്യം 7 ഫാത്തിഹ ഓതാണ്, പിന്നെ നമ്മൾ ആ ബൈത്ത് ചൊല്ലി ദുആ ചെയ്യുക. 60 വരിക്ക് 6 ജവാബാണ്. ആദ്യത്തെ ജവാബ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ജവാബാണ്, പിന്നെ സ്വലാത്താണ്, പിന്നെ തർബിയത്താണ്, പിന്നെ 3 ജവാബ്, അവസാനത്തെ 3 ജവാബ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ രോഗങ്ങൾ മാറാനും ബലാ മുസീബത്തുകൾ നീങ്ങിപ്പോകാനും അവസാനം ആഖിബത്ത് നന്നാവാനും മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ ശർന്ന് രക്ഷപ്പെടാനും ഒക്കെ ഉള്ള ജവാബ് ചൊല്ലി ദുആ ചെയ്യുന്ന രീതിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും ബദരീങ്ങളിലേക്കും ഒക്കെ നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ 7 ഫാത്തിഹ ഓതാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لك الحمد يا رب يا الله يا معبود. اللهم صل وسلم على رسولك سيدنا